ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹോം ഡെക്കറാണ്. സോ അതിനാദ്യം തന്നെ നമുക്കൊരു MDF ബോർഡ് വേണം. അതിലൊരു റഫ് ഫിഗർ വരക്കുക. അതിന് ശേഷം നമ്മൾ മോൾഡഡ് ക്ലേ യൂസ് ചെയ്ത് നമ്മൾ വരച്ച ഫിഗറിൻ്റെ മുകളിലൂടെ അതേ ഷേപ്പിൽ ക്ലേ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പീക്കോക്ക് ഡിസൈനാണ് ചെയ്തത്. അതിൻ്റെ ബോഡി പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫെദർ പാർട്ടിന് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. കുറച്ച് ക്ലേ എടുക്കുക, റൗണ്ട് ഷേപ്പിലാക്കുക, എന്നിട്ട് അത് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയിട്ട് ലാസ്റ്റത്തെ രണ്ടറ്റം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാക്കണ്ടോ, റോൾ ചെയ്യുക, പ്രസ് ചെയ്യുക, ലാസ്റ്റത്തെ ആ രണ്ടറ്റം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ എവിടെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് അവിടെയായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതില്ലെന്നാണെങ്കിൽ നമുക്ക് സ്കെയിൽ യൂസ് ചെയ്തോ കത്തി യൂസ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിന് ശേഷം എന്തെങ്കിലും ഇതുപോലെ ഒരു പേനയുടെ ബാക്ക് സൈഡോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ ഈ ഒരു ടൂൾ ഉള്ളതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യണേ ഉള്ളൂ. അത് യൂസ് ചെയ്ത് നടുക്കായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കുഴി പോലെ ഒന്ന് ചെറിയൊരു ലൈറ്റായിട്ടൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഡിസൈൻ ചെയ്യുന്നത്. ഇതുപോലെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഫെദേഴ്സ് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലവേഴ്സ് ഞാൻ ക്ലേ ഇതുപോലെ പരത്തിയിട്ട് ഈ ഫ്ലവർ ഷേപ്പിലുള്ള കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താണ്. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് ഡിസൈൻസൊക്കെ വരച്ച് കൊടുത്തതിന് ശേഷം എവിടെയാണോ നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടത് അവിടെയായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ക്ലേ യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലീവ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ ബേസ് കോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ് പാർട്ടാണ് വരുന്നത്. സോ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ടീൽ ബ്ലൂ കളറും അതിനോടൊപ്പം തന്നെ കുറച്ച് വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറ് കൊടുക്കുന്നത്. സോ രണ്ട് കളറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോർഷനിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ബ്ലൂ കളർ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ബ്ലൂ കളർ കംപ്ലീറ്റ് ആയതിന് ശേഷം ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്ത് അവിടെയായിട്ട് മാത്രം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. കംപ്ലീറ്റ് ഫില്ല് ചെയ്യരുത്, ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഗ്രീൻ പോർഷൻ അടിച്ചതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ബ്ലൂ കളർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കാരണം ബ്ലൂ കളർ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ സൈഡ് പോർഷനിൽ നമ്മൾ ഡാർക്ക് കളർ ബ്ലൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, അങ്ങനെ നടുക്കോട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ആ ഒരു ഷെയ്ഡിങ് എഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ബ്രാഞ്ചസിൽ നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രൗൺ കളറാണ്. ഇങ്ങനെ ബ്രാഞ്ചസ് ഉള്ള സൈഡ് പ്ലേസിലൊക്കെ നമുക്കിതുപോലെ ബ്രൗൺ കളർ യൂസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബ്രാഞ്ചസ് പോർഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മളിനി ലീഫ് പോർഷനിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ ഡാർക്ക് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ഗ്രീൻ അടിച്ചതിന് ശേഷം അതിൻ്റെ മിഡിലൂടെ നമ്മൾ ഇതിനെക്കാട്ടും ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും അടിച്ചതിന് ശേഷം ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്.
ബ്രാഞ്ചസും ലീഫും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഫ്ലവർ പോർഷനിൽ കംപ്ലീറ്റ് വൈറ്റ് കളർ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. സോ ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിലും കംപ്ലീറ്റ് വൈറ്റ് കളർ നമുക്ക് കൊടുക്കാം. വൈറ്റ് കളർ കംപ്ലീറ്റ് അടിച്ചതിന് ശേഷം ഉണങ്ങുന്നതിന് മുന്നേട്ട് തന്നെ നമ്മൾ ആ ടിപ്പ് പോർഷനിൽ നിന്ന് റെഡ് കളർ താഴത്തോട്ടായിട്ട് അടിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ഫില്ല് ചെയ്യരുത്, ജസ്റ്റ് ഇതുപോലെ ഷെയ്ഡ് മാത്രം ചെയ്താൽ മതി. ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഫെദേഴ്സ് പാർട്ടിൽ വെറുതെ ഇതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡ് എടുത്ത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണ് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ആ ടൈമിൽ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്. അതിനുശേഷം ഗ്രീൻ കളർ കൊണ്ട് കംപ്ലീറ്റ് അത് ഫില്ല് ചെയ്ത് കൊടുത്തു നമ്മൾ. ഓക്കെ, സോ ഗ്രീൻ കളർ ഫുൾ അടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കുഴിവുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയായിട്ട് നമ്മൾ ഇതുപോലെ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നമ്മൾ ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തു, അതിൻ്റെ പൊക്കത്തായിട്ട് നമ്മൾ യെല്ലോ ഡോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത് ഓരോന്നിൻ്റെ പൊക്കത്തായിട്ടാണ് നമ്മൾ ഇടുന്നത്. കംപ്ലീറ്റ് മറ്റൊരു കളറ് ഹൈഡായി പോകരുത് കേട്ടോ. ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമുക്ക് അൾട്രാമറൈൻ ബ്ലൂ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഫെദേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ബോഡി പാർട്ടിൽ നമ്മൾ ബ്ലൂ കളർ അടിച്ചു. ആ ബ്ലൂ തന്നെ ഫെദേഴ്സിലും ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഓക്കെ, സോ അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ മിഡിൽ പോർഷൻ ബ്ലാങ്കായി കിടക്കുന്നതുകൊണ്ട് തന്നെ ആ പോർഷനിൽ യെല്ലോ കളറും കൂടി നമ്മൾ കൊടുത്തു. കംപ്ലീറ്റ് ഫില്ല് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തേ ഉള്ളൂ. ഇതിന് ശേഷം ഗോൾഡൻ കളർ, മെറ്റാലിക് ഗോൾഡൻ കളർ യൂസ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു ഡിസൈൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫെദേഴ്സിൻ്റെ പൊക്കത്തോടി ജസ്റ്റ് ഒന്നിങ്ങനെ റബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ പെയിൻ്റൊക്കെ കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വാർണിഷ് കോട്ട് 1 കോട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഗോൾഡൻ ലീഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് അവിടെ ആയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. എങ്ങനെ ഇഷ്ടമായോ ഗൈസ്? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ.